Let's start learning English. ഹായ് ഓൾ, നമ്മളങ്ങനെ 4ാമത്തെ ക്ലാസ്സിലെത്തി. 10 ആക്ഷൻ വേർഡ്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള V1, V2, V3, ING, ES, അതായത് V1, V2, V3, V4, V5 എന്ന് പറയാം. ഞാൻ ആദ്യം V1, V2, V3, V4, V5 ഇങ്ങനെ 5 രീതിയിലുള്ള ഫോംസ് വെച്ചിട്ടുള്ള ഒരു ലെസൺ നിങ്ങൾക്ക് അയച്ചു തരും. അതിനുശേഷം നമ്മൾ അങ്ങനെ V1, V2, V3, V4, V5 എന്ന് മെൻഷൻ ചെയ്തിട്ട് തന്നെ പഠിക്കാം. അതുവരെ നമുക്ക് V1, V2, V3, ING, ES ഫോം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 10 ആക്ഷൻ വേർഡ്സിൻ്റെതും അങ്ങനെ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ് ആക്ഷൻ വേർഡ്സ് നമ്മൾ പഠിച്ചത്? റൺ, ജംപ്, eat, brush, read, drink, wash, play, sit, walk. ഞാനിതിൻ്റെ V2, V3, ING ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങളത് തറവായിരിക്കും. ഇന്നത്തെ വേർഡ് സെർച്ചിൽ തീർച്ചയായും V2, V3, ING ഫോംസ് ഒക്കെ ഉൾപ്പെടുത്തും. എല്ലാവരും റെഡി ആയിരിക്കുക. ഈ ക്ലാസ് മുഴുവനായി കണ്ട ശേഷം മാത്രം വേർഡ് സെർച്ച് ചെയ്യുക, കാരണം ഇന്ന് പഠിപ്പിക്കുന്ന വാക്കുകളും അതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റൺ, ജംപ്, ഈറ്റ്, ബ്രഷ്, റീഡ്, ഡ്രിങ്ക്, വാഷ്, പ്ലേ, സിറ്റ്, വാക്ക്. ഇനി അടുത്തത് പോകുക. ഗോ, 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 പോകുക. പ്ലീസ് ഗോ എന്നൊക്കെ പറയും. ദയവ് ചെയ്തു പോകൂ അല്ലേ. പോകുക, ഗോ, ഗോ, പോകുക. പോകുക, ഗോ. ഇതിൻ്റെ V1, V2, V3 നമുക്ക് നോക്കാം. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഫോം തന്നെയാണ് പോകുക, ഗോ, അത് തന്നെയാണ് V1. V2 പോയി, എന്താണ്? went, went, WENT. മനസ്സിലാക്കുക, ഗോവുമായി ഒരു ബന്ധവുമില്ല ലുക്കിലല്ലേ വെന്റിന്. പക്ഷെ എന്ത് ചെയ്യാം? ഗോയുടെ V2 ഫോം വെന്റ് ആണ്, WENT. ഗോ, പോകുക. പോയി എന്ന് പറയാൻ went, went, WENT. V3 ഫോമോ gone. Go, went, gone. Go, went, gone. Go, പോകുക, went, പോയി, gone, ഓൾറെഡി പോയി കഴിഞ്ഞു, അതായത് മുമ്പ് എപ്പോഴോ പോയി കഴിഞ്ഞു. ഓക്കെ, എപ്പോഴും നമ്മൾ ഹാസ്, ഹാവ്, ഹാഡ് ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഗോൺ യൂസ് ചെയ്യുക, ഗോൺ. ഓക്കെ, ഇനി അതല്ല ഗോൺ വേറെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാസീവ് വോയിസിലാണ്. അതൊക്കെ നിങ്ങൾ ഹയർ ലെവൽസിൽ പഠിക്കും. ഓക്കെ, സെന്റൻസ് വാക്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്ന സമയത്ത്, സ്വന്തമായി വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ പഠിക്കും. ഇതൊക്കെ എവിടെ? അതിനാണ് ഈ V1, V2, V3 എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ പറയുന്നത്. അതുപോലെ തന്നെ പഠിക്കണം എന്ന്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും സിമ്പിൾ രീതിയിൽ പഠിച്ചങ്ങനെ വൊക്കാബുലറി അങ്ങനെ ജസ്റ്റ് വാക്കുകൾ മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ സെന്റൻസ് ഫ്രെയിമിങ് വരുന്നത്, സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും, സംശയങ്ങൾ വരും. അത് ഒഴിവാക്കാനാണ് ഇപ്പോഴേ അത് പഠിക്കുന്നത്. ഗോ, വെന്റ്, ഗോൺ. ഗോ, went, gone. V1, V2, V3. Go, went, gone. Base form past, past participle. Go, V1 base form. Went, V2 past form. Gone, V3 past participle form. Okay, പഠിക്കുക, എഴുതി പഠിക്കുക. ഓർമ്മ നിൽക്കാത്തവരാണെങ്കിൽ എഴുതി തന്നെ പഠിക്കുക. Go, went, gone. ഇനി പോകുന്നു എന്ന് പറയണ്ടേ അല്ലേ. പോകുക, പോയി. ഇനി പോകുന്നു എന്ന് എങ്ങനെ പറയാം? ING ആഡ് ചെയ്യാം അല്ലേ. ING ആഡ് ചെയ്യുമ്പം പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ല, വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. GOING, ഗോയിങ്, ഗോയിങ്. GOING, ഗോയിങ്. GO, go, WENT, went. GOING, going. Go, went, going. പോകുക, പോയി,
പോകുന്നു. പോകുക go. പോയി went. going പോകുന്നു. പോകുന്നു going. പോയി went. പോകുക go. go went going. ഇതിൽ വേറൊരു കാര്യം കൂടി മെൻഷൻ ചെയ്യാനുണ്ട്. ഞാൻ മുൻപത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യമാണ്. നമ്മൾ തേർഡ് പേഴ്സൺ ഹി ഷീ, അതായത് ഐ യു അല്ലാതെ ഒറ്റയ്ക്ക് ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ യു നിങ്ങൾ, ഈ രണ്ട് വാക്കുകളല്ലാതെ ബാക്കിയുള്ള ആരെങ്കിലും ഒറ്റയ്ക്ക് ഇന്ന് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിൽ എസ് ചേർക്കും അല്ലേ. ഹി കംസ്, ഷീ ഗോസ്, അങ്ങനെ. അപ്പൊ ആ എസ് ആഡ് ചെയ്യുന്ന സമയത്ത് GO ഗോയിൽ എസ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഇ എക്സ്ട്രാ വരും. GOES എന്ന് വരും. ഗോസ്. ഓക്കെ, ഗോ വെന്റ് ഗോയിങ്. ഗോസ് എന്ന് വരുമ്പോൾ ES ആണ് ആഡ് ചെയ്യുക. GOES. ഓക്കെ, ഗോ പോകുക, വെന്റ് പോയി, ഗോയിങ് പോകുന്നു. ഇനി നമുക്ക് ഈ ഗോയെ കൊണ്ടുപോയി സെന്റൻസസിൽ ഇടാലോ അല്ലേ. നമുക്ക് ഗോയെ കൊണ്ടുപോയി സെന്റൻസസിൽ ഇടാം. എങ്ങനെയാണ്? ഐ ആം ഗോയിങ് ഹോം. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ഹോം. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. He went to toilet. He went to toilet. He went to toilet. അവൻ ടോയ്ലറ്റിൽ പോയി. He went to toilet. അവൻ ടോയ്ലറ്റിൽ പോയി. She goes by bus. അവൾ ബസ്സിലാണ് പോകുന്നത്. She goes by bus. അവൾ ബസ്സിലാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു GO ഗോയിൽ എസ് ആഡ് ചെയ്യുമ്പോൾ, എസ് ചേർത്ത് വെക്കുമ്പോൾ ഒരു ഇയും കൂടി ഇടയിൽ വരും. GOES. എപ്പോഴും ഇത് എപ്പോഴാണ് ഈ ഗോസ് ഇങ്ങനെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഹാബിറ്റ് അല്ലെങ്കിൽ വസ്തുതകൾ, ശീലങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ പറയുമ്പോഴാണ് നമ്മൾ സിമ്പിൾ ഫോം ഓഫ് വേർഡ് യൂസ് ചെയ്യുക, വേർബ് യൂസ് ചെയ്യുക. അപ്പോഴ് അത് ചെയ്യുന്ന വ്യക്തി ഒറ്റ ഒരാളാണെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ, ഒറ്റ ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എസ് കൂടി ആഡ് ചെയ്യും. അത് തേർഡ് പാർട്ടി ആണെങ്കിൽ, തേർഡ് പേഴ്സൺ ആണെങ്കിൽ, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ അല്ലെങ്കിൽ യു അല്ലാതെ ഒരാളാണ് അത് ചെയ്യുന്നതെങ്കിൽ അവിടെ എസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ശീലം അല്ലെങ്കിൽ വസ്തുതകൾ മുന്നോട്ട് വെക്കുക. ഓക്കെ, I am going home. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. He went to toilet. അവൻ ടോയ്ലറ്റിൽ പോയി. She goes by bus. അവൾ ബസ്സിലാണ് പോകുന്നത്. അവൾ എവിടെയോ പോകുന്നുണ്ട് സ്ഥിരം. ആ പോകുന്നത് എവിടത്തേക്കാണ് ബസ്? ഇത് സ്കൂളിലേക്കാവാം, വീട്ടിലേക്കാവാം, എങ്ങനെയോ ആവാം. ഓക്കെ, ജോലിക്കാവാം. ഓക്കെ, she goes by bus. അവൾ ബസ്സിലാണ് പോകുന്നത്. I am going home. He went to toilet. She goes by bus. I am going home. He went to toilet. She goes by bus. Okay, ഈ 3 സെന്റൻസസ് ആവർത്തിച്ച് പറഞ്ഞു നോക്കുക. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് സെന്റൻസസ് നമുക്ക് നോക്കാം. She went to the library yesterday. She went to the library yesterday. She went to the library yesterday. We are going out for dinner tonight. 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 You should go home. You should go home. You should go home. She went to the library yesterday. അവൾ ഇന്നലെ ലൈബ്രറിയിൽ പോയി.
വെന്റ് പോയി. യെസ്റ്റർഡേ ഇന്നലെ. ലൈബ്രറി ലൈബ്രറി. ഷീ വെന്റ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. അവൾ ഇന്നലെ ലൈബ്രറിയിൽ പോയി. ഷീ വെന്റ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. ഷീ വെന്റ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. We are going out for dinner tonight. നമ്മൾ ഇന്ന് രാത്രി ഡിന്നറിന് പുറത്തു പോകുന്നു. ഈ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അത്താഴം എന്ന് പറയും, രാത്രി ഭക്ഷണം. ഓക്കെ, വി ആർ ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ടുനൈറ്റ്. ഇന്ന് രാത്രി നമ്മൾ ഡിന്നറിന് പുറത്തു പോകുന്നു. അതായത് പുറത്തുനിന്നാണ് നമ്മൾ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയാണ്. ഓക്കെ, വി ആർ ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ടുനൈറ്റ്. ടുനൈറ്റ് വി ആർ ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ. നമ്മൾ ഇന്ന് രാത്രി എന്താണ്, അത്താഴത്തിന് പുറത്തു പോകുന്നു. ഗോയിങ് ഔട്ട്, പുറത്തു പോകുന്നു. വി ആർ ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ടുനൈറ്റ്. ഇന്ന് രാത്രി നമ്മൾ അത്താഴത്തിന് പുറത്തു പോകുന്നു. വി ആർ ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ടുനൈറ്റ്. വി ആർ ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ടുനൈറ്റ്. യു ഷുഡ് ഗോ ഹോം. യു ഷുഡ് ഗോ ഹോം. നിങ്ങൾ വീട്ടിലേക്ക് പോകണം. നിങ്ങൾ വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. യു ഷുഡ് ഗോ ഹോം. യു ഷുഡ് ഗോ ഹോം. നമുക്ക് ആ സെന്റൻസസ് ഒന്നുകൂടെ വായിക്കാം. ഷീ വെന്റ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. വി ആർ ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ടുനൈറ്റ്. യു ഷുഡ് ഗോ ഹോം. ഷീ വെന്റ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. വി ആർ ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ടുനൈറ്റ്. യു ഷുഡ് ഗോ ഹോം. വായിക്കുക, 1-2 തവണ വായിക്കുക, നന്നായി വായിക്കുക, ശ്രദ്ധിച്ച്. ഓക്കെ, നെക്സ്റ്റ് വേർഡാണ് കം. വരിക. ആ ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു ലേഡി വാതിൽ തുറന്ന് വീട്ടിനകത്തേക്ക് കയറുവാണ്. ഇപ്പോഴതാ ആ ലേഡിയുടെ ഡോഗ് ഇങ്ങനെ സന്തോഷത്തിൽ അല്ലേ വന്ന സന്തോഷത്തിൽ ഇങ്ങനെ ലേഡിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്, ആ ലേഡി വീട്ടിലോട്ട് വന്നതാണ്, ഡോറ് തുറന്ന് വന്നതാണ്. ഷീ കെയിം ഹോം. അവൾ വീട്ടിലേക്ക് വന്നു. ഷീ കെയിം ഹോം. അവൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് കം, വരിക. കം, വരിക. COME, കം, വരിക. COME, കം, വരിക. വരിക, കം. COME, കം. കം എന്നത് ബേസ് ഫോം ആണ്, V1 ഫോം. അതിൻ്റെ V2 ഫോം അഥവാ കഴിഞ്ഞുപോയത്. കെയിം, വന്നു, പാസ്റ്റ് ഫോം. കെയിം, വന്നു. അതിൻ്റെ V3 ഫോം നമ്മൾ റൺ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, റൺ, റാൻ, റൺ. V3 ഫോം എന്താണ്, റണ്ണ് തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് കമ്മിൻ്റെതും. COME, കം is V1 ഫോം. CAME, came is V2 form, and COME, come is V3 form. Come, came, come. V3 ഫോമും കം തന്നെയാണ്. COME, come. CAME, came, വന്നു. Came, 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 വന്നു. COME, come, വരിക. COME, come. CAME, came. COME, come. V1, V2, V3. V1 base form, V2 past form, V3 past participle form. Okay, V1, V2, V3. Come, came, come. Come എന്ന് പറഞ്ഞാൽ വരിക. Came, വന്നു. Came, വന്നു. ഇനി വരുന്നു എന്ന് പറയുവാണെങ്കിലോ, കമ്മിങ്. COME, കം, വരിക. COME, കം, വരിക. അതിലെ അവസാനത്തെ ഈ എടുത്തു കളഞ്ഞിട്ടാണ് നമ്മൾ ING ചേർക്കുന്നത്. COMING. ഓക്കെ, അത് ശ്രദ്ധിക്കുക. COME, കം. CAME, came. COMING, coming. കം, came, coming. കം, വരിക. came, വന്നു. coming, വരുന്നു.
വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, വരുന്നു. കം, came, coming. COME, come. CAME, came. COMING, coming. COME, come. അതിലെ അവസാനത്തെ ഈ എടുത്തു കളഞ്ഞ് അവിടെ ING ചേർത്തിട്ടാണ് നമ്മൾ ING ഫോം ഓഫ് കം ഉണ്ടാക്കുന്നത്. കമ്മിങ്, COMING, കമ്മിങ്. COME, come. CAME, came. COMING, coming. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കം എന്ന വാക്ക് സെന്റൻസസിലോട്ട് ഇടാം അല്ലേ. ഷീ ഈസ് കമ്മിങ് ഹോം. ഹി കെയിം ടു സ്കൂൾ. ദേ ഡിഡ് നോട്ട് കം ടു പ്ലേ. പ്ലീസ് കം ഇൻസൈഡ്. ഷീ ഈസ് കമ്മിങ് ഹോം. ഷീ ഈസ് കമ്മിങ് ഹോം. ഷീ ഈസ് കമ്മിങ് ഹോം. അവൾ വീട്ടിലേക്ക് വരുന്നു. അതായത് നമ്മൾ പറയുമല്ലോ, അവൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഷീ ഈസ് കമ്മിങ് ഹോം. ഷീ ഈസ് കമ്മിങ് ഹോം. ഹി കെയിം ടു സ്കൂൾ. ഹി കെയിം ടു സ്കൂൾ. ഹി കെയിം ടു സ്കൂൾ. ഹി കെയിം ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് വന്നു. അവളല്ല, അവൻ സ്കൂളിൽ വന്നു. അവൻ സ്കൂളിലേക്ക് വന്നു. ഹി കെയിം ടു സ്കൂൾ. ഹി, അവൻ, കെയിം, വന്നു, ടു സ്കൂൾ, സ്കൂളിലേക്ക്. ഹി കെയിം ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് വന്നു. ദേ ഡിഡ് നോട്ട് കം ടു പ്ലേ. ദേ ഡിഡ് നോട്ട് കം ടു പ്ലേ. അവർ കളിക്കാൻ വന്നില്ല. They did not come to play. അവർ കളിക്കാൻ വന്നില്ല. അവർ കളിക്കാൻ വന്നില്ല. വേറൊരു രീതിയിലും നമുക്ക് ഇതിന് അർത്ഥമാക്കാം. അവർ കളിക്കാൻ വന്നതല്ല എന്നും അർത്ഥം വെക്കാം. അവർ കളിക്കാനൊന്നും വന്നതല്ലപ്പാ എന്ന് നമ്മൾ പറയില്ലേ. ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം, ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുത്തിട്ട്. അല്ലാതെ നോർമലി അത് നമ്മൾ യൂസ് ചെയ്യുക, they did not come to play. അവർ കളിക്കാൻ വന്നില്ല. ഓക്കെ, അവർ കളിക്കാൻ വന്നതല്ല എന്നും നമുക്കിതിന് അർത്ഥം ആക്കാം. ഓക്കെ, പ്ലീസ് കം ഇൻസൈഡ്. ദയവായി അകത്തേക്ക് വരൂ. നമ്മൾ ഒരാളെ വീട്ടിനകത്തേക്ക് ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഒരു റൂമിനകത്തേക്ക് ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എവിടത്തേക്കെങ്കിലും അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് എന്ത്? പ്ലീസ് കം ഇൻസൈഡ്. ഷീ ഈസ് കമ്മിങ് ഹോം. ഹി കെയിം ടു സ്കൂൾ. ദേ ഡിഡ് നോട്ട് കം ടു പ്ലേ. Please come inside. Okay? Coming, came, come. ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഷീ ഈസ് കമ്മിങ് ഹോം. ഹി കെയിം ടു സ്കൂൾ. ദേ ഡിഡ് നോട്ട് കം ടു പ്ലേ. പ്ലീസ് കം ഇൻസൈഡ്. ഓക്കെ, ഷീ ഈസ് കമ്മിങ് ഹോം. ഹി കെയിം ടു സ്കൂൾ. ദേ ഡിഡ് നോട്ട് കം ടു പ്ലേ. Please come inside. ഇനി അടുത്തത് നോക്കാം. The train is coming into the station now. The train is coming into the station now. He will come soon. He will come soon. When will they come? When will they come? The train is coming into the station now. ട്രെയിൻ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. The train is coming into the station now. ട്രെയിൻ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. The train is coming into the station now. He will come soon. അവൻ വേഗം വരും. Soon, വേഗത്തിൽ, വേഗം. He will come soon. Read soon, വേഗം വായിക്കൂ. ഓക്കെ, He will come soon. അവൻ വേഗം വരും. He will come soon. When will they come? അവർ എപ്പോൾ വരും? When will they come? അവർ എപ്പോൾ വരും? അവർ.
When എപ്പോൾ. When will they come? അവർ എപ്പോൾ വരും? വേണമെങ്കിൽ നമുക്ക് ഉത്തരം പറയാം അല്ലേ? They will come soon. അവർ വേഗം വരും. When will they come? അവർ എപ്പോൾ വരും? They will come soon. അവർ വേഗം വരും. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം അല്ലേ? When will he come എന്നും ചോദിച്ചൂടെ? നേരത്തെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച സെന്റൻസ് he will come soon. അതിന് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് പറയാം? When will he come? He will come soon. When will he come? അവൻ എപ്പോൾ വരും? He will come soon. അവൻ വേഗം വരും. പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. ഓക്കെ, the train is coming into the station now. The train is coming into the station now. He will come soon. He will come soon. He will come soon. When will they come? When will they come? The train is coming into the station now. He will come soon. When will they come? ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കുട്ടി റൈം അല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ച കുറച്ച് വേർഡ്സ് ഒക്കെ ഇതിൽ കാണാം. ഓക്കെ, Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. അതിലെന്താ പറയുന്നത്? റെയിൻ റെയിൻ, മഴയെ മഴയെ, ഗോ അവേ, ദൂരേക്ക് പോകൂ, കം അഗെയിൻ, വീണ്ടും വരൂ, അനദർ ഡേ, മറ്റൊരു ദിവസം, ലിറ്റിൽ ജോണി, കുഞ്ഞു ജോണിക്ക്, വാണ്ട്സ് ടു പ്ലേ, കളിക്കണം, റെയിൻ റെയിൻ, ഗോ അവേ. ഓക്കെ, അപ്പൊ എൻ്റെ കൂടെ തന്നെ പാടുക. ആദ്യം ഒരു തവണ ടീച്ചർ ഒന്നുകൂടെ പാടാം, എന്നിട്ട് എൻ്റെ കൂടെ തന്നെ പാടണേ. ഓക്കെ, റെഡി? Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. അപ്പൊ ഇനി എൻ്റെ കൂടെ പാടണം. ഓക്കെ, Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. ഇതിൽ നമ്മൾ എത്ര വാക്കുകളല്ലേ നോക്കുന്നത്? റെയിൻ, മഴ, ഗോ, പോവുക, പോകുക, അവേ, ദൂരേക്ക്, കം, വരിക, അഗെയിൻ, വീണ്ടും, അനദർ, മറ്റൊരു, ഡേ, ദിവസം, ലിറ്റിൽ, കൊച്ച്, ചെറുത്, ചെറിയ ആളെയാണ് നമ്മൾ ലിറ്റിൽ എന്ന് പറയാം അല്ലെ, ചെറിയത്. ലിറ്റിൽ ജോണി വാണ്ട്സ് ടു പ്ലേ, കളിക്കണം. വാണ്ട് എന്നുള്ള വാക്ക് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, റെയിൻ റെയിൻ, ഗോ അവേ, മഴയെ മഴയെ, ദൂരെ പോകൂ. നമുക്ക് ഒരു തവണ കൂടി പാടാം. Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. നമ്മൾ ആരെങ്കിലും പാടുവോ? മഴ വരുമ്പം മഴയെ മഴയെ ദൂരെ പോകുന്നു ഇല്ലാല്ലേ? നമ്മൾ എന്ത് ചെയ്യും? മഴയത്ത് ഇറങ്ങി കളിക്കും അല്ലേ? പക്ഷെ ലിറ്റിൽ ജോണി അങ്ങനെയല്ല. ലിറ്റിൽ ജോണി എന്ത് ചെയ്യില്ല? മഴയത്ത് ഇറങ്ങി കളിക്കില്ല. പക്ഷെ നമ്മളൊക്കെ മഴയത്ത് ഇറങ്ങി കളിക്കും അല്ലേ? അപ്പോൾ ഒരു തവണ കൂടി പാടിയിട്ട് നമുക്ക് ഈ റൈം സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, റെഡി? 1, 2, 3, go. Rain, rain, go away, come again another day. Little
Johnny wants to play. Rain, rain, go away. Rain, rain, go away. Come again another day. Little Johnny wants to play. Rain, rain, go away. എല്ലാവരും ഇത് പാടിയിട്ട് സെപ്പറേറ്റ് വോയിസ് ആയിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. അടുത്തത് കയറുക. നമ്മൾ കയറുക എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ മലയാള ഭാഷ സംസാരിക്കുന്ന നമ്മൾ പല ഏരിയകളിലുള്ളവർ ഈ കയറുക എന്നുള്ള വാക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കും. അതായത് ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതിന് നമ്മൾ കയറുക എന്ന് യൂസ് ചെയ്യാറുണ്ട്. വണ്ടി കയറുക, ഒരു റൂമിലേക്ക് പ്രവേശിക്കുന്ന അതിനെയും റൂമിൽ കയറുക, വീട്ടിലേക്ക് കയറുക, അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന വാക്ക് നമ്മൾ നിന്ന നിലയിൽ നിന്നും ഉയരത്തിലേക്ക് കയറിപ്പോകുന്നതിനെയാണ്. ഓക്കെ, നമ്മൾ സ്റ്റെയർസ് കയറിപ്പോവുക, സ്റ്റെപ്പുകൾ കയറിപ്പോവുക, അല്ലെങ്കിൽ ഒരു കുന്ന് കയറിപ്പോവുക. ഓക്കെ, അതിനെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ക്ലൈം. ഓക്കെ, ക്ലൈം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബി സൈലൻ്റ് ആണ്. ഓക്കെ, നമ്മളത് പറയുമ്പോൾ ആ ബി അവിടെ വെറുതെ ഒരു ഷോയ്ക്ക് വെച്ചതുപോലെയാണത്. അവിടെ ബി സൈലൻ്റ് ആണ്. നമ്മൾ എന്താ വായിക്കേണ്ടത്? ക്ലൈം. ഓക്കെ, ക്ലൈം. CLIMB. ക്ലൈം, കയറുക. പിടിച്ച് നമ്മൾ ഇന്ന് പിടിച്ച് ഒരു നമ്മൾ ആ ഗ്രാഫിക്സിൽ കാണുന്നുണ്ട് അല്ലേ, ഒരു ലേഡി മൗണ്ടെയിൻ കയറുകയാണ് അല്ലേ, പർവ്വതം പിടിച്ച് കയറുകയാണ്. ഓക്കെ, ഒരു ബോയ് നോക്കിയേ, ഒരു ഏണി അല്ലേ, കോണി കയറുകയാണ് അല്ലേ, അതിൽ കയറുന്നു. ഓക്കെ, അതാണ് ക്ലൈം. അവിടെ ബി സൈലൻ്റ് ആണ്. ഓക്കെ, ക്ലൈം. CLIMB. ക്ലൈം, ക്ലൈം, ക്ലൈം. CLIMB. ക്ലൈം. ആ ബി സൈലൻ്റ് ആണ്. ഓക്കെ, യു ഷുഡ് റീഡ്. നിങ്ങൾ വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, ക്ലൈം, ക്ലൈം, ക്ലൈം. CLIMB. ക്ലൈം, കയറുക. ഓക്കെ, ഉയരത്തിലേക്ക് കയറുന്നതിനെയാണ് നമ്മൾ ക്ലൈം എന്ന് പറയുന്നത്. ക്ലൈം, ക്ലൈം. ബി സൈലൻ്റ് ആണ്. CLIMB എന്നാണ് അതിൻ്റെ സ്പെല്ലിങ് വരുന്നത്. പക്ഷേ നമ്മളത് ഉച്ചരിക്കുന്നത്, വായിക്കുന്നത് എങ്ങനെയാണ്? ക്ലൈം. ഓക്കെ, ഇനി നമുക്ക് ക്ലൈം എന്ന വാക്കിൻ്റെ V1, V2, V3 ഡിസ്കസ് ചെയ്യാം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു CLIMB എന്നാണ് സ്പെല്ലിങ്. പക്ഷെ നമ്മൾ ആ ബി സൈലൻ്റ് ആയിട്ടാണ് എപ്പോഴും ഉച്ചരിക്കുക. ക്ലൈം, V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ക്ലൈം. V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ക്ലൈംഡ്, ക്ലൈംഡ്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും എന്ത് തന്നെയാണ്? ക്ലൈംഡ് തന്നെയാണ്. ഓക്കെ, ക്ലൈം, ക്ലൈംഡ്, ക്ലൈംഡ്. എപ്പോഴും ശ്രദ്ധിക്കുക, ബി സൈലൻ്റ് ആണ്. ക്ലൈം, ക്ലൈംഡ്, ക്ലൈംഡ്. ഞാൻ പറയുന്നതോടൊപ്പം തന്നെ പറയൂ. ക്ലൈം, 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 ക്ലൈംഡ്, ക്ലൈംഡ്, ക്ലൈംഡ്. ഓക്കെ, ക്ലൈം, ക്ലൈംഡ്, ക്ലൈംഡ്. ഓക്കെ, ക്ലൈം, ക്ലൈംഡ്, ക്ലൈംഡ്. ഒരിക്കലും ക്ലൈംബഡ് എന്നൊന്നും വായിക്കരുത്, ക്ലൈംബ് എന്നും വായിക്കരുത്. ഓക്കെ, ഇറ്റ്സ് റോങ്, അത് തെറ്റാണ്. ക്ലൈം, ക്ലൈംഡ്, ക്ലൈംഡ്. കയറുക, കയറി. ഓക്കെ, ക്ലൈം, ക്ലൈംഡ്, ക്ലൈംഡ്. എൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞേ. ക്ലൈം, ക്ലൈംഡ്, ക്ലൈംഡ്. ഓക്കെ, ബി സൈലൻ്റ് ആണ്. ഇനി അടുത്തത് കയറുന്നു എന്നുള്ള വാക്ക് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോമിൽ നമ്മൾ ING ചേർക്കും. വലിയ വ്യത്യാസമൊന്നും വരാനില്ല. നമ്മൾ കമ്മിങ് ആകുന്ന സമയത്ത് ഒരു ഇ ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ കളയാനൊന്നുമില്ല. ഓൾറെഡി ഉള്ള BN എന്താണ്? മിണ്ടാണ്ടിരിക്കുകയാണ്. അതിനെടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്വയം മിണ്ടാണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ഉച്ചരിക്കുക? ക്ലൈമിങ്, ക്ലൈമിങ്. ക്ലൈം, ക്ലൈംഡ്, ക്ലൈമിങ്. ക്ലൈം, ക്ലൈംഡ്, ക്ലൈമിങ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ബി സൈലൻ്റ് ആണ്. ഓക്കെ, ക്ലൈംബ് എന്നോ ക്ലൈംബഡ് എന്നോ ക്ലൈംബഡ്, ക്ലൈംബിങ് ഇങ്ങനെയൊന്നും പറയരുത്. എങ്ങനെയാ പറയേണ്ടത്? ക്ലൈം, ക്ലൈംഡ്, ക്ലൈമിങ്. ക്ലൈം, ക്ലൈംഡ്, ക്ലൈമിങ്. ക്ലൈം, ക്ലൈംഡ്, ക്ലൈമിങ്.
നിങ്ങളൊന്ന് അത് ഞാൻ പറയുന്നതോടൊപ്പം തന്നെ ഒന്ന് എൻ്റെ കൂടെ തന്നെ ഒന്ന് അത് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കൂ, വായിക്കാൻ ശ്രമിക്കൂ, പറയാൻ ശ്രമിക്കൂ. ക്ലൈം, ക്ലൈംഡ്, ക്ലൈമിങ്, ക്ലൈം, ക്ലൈംഡ്, ക്ലൈമിങ്. ആ ബി എന്താണ്? സൈലന്റ് ആണ്. ഓക്കെ, ക്ലൈം, ക്ലൈംഡ്, ക്ലൈമിങ്. ഇനി നമുക്ക് ക്ലൈമിനെ കൊണ്ടുപോയി എവിടെ ഇടാം? സെന്റൻസസിലേക്ക് ഇടാം അല്ലേ? ക്ലൈം, ബി സൈലന്റ് ആണ് മക്കളെ, മറക്കരുത്. ഐ ക്യാൻ ക്ലൈം, എനിക്ക് കയറാൻ കഴിയും. ഇപ്പോൾ കുന്ന് കയറാനായാലും കോവണി കയറാനായാലും ഒക്കെ, അതായത് ഏണി അല്ലെങ്കിൽ എന്താണ് സ്റ്റേയേഴ്സ് കയറാനായാലും എനിക്ക് സാധിക്കുമെന്ന് പറയുന്നു. ഐ ക്യാൻ ക്ലൈം, ഐ ക്യാൻ climb. She climbed high. She climbed high. അവൾ ഉയരത്തിൽ കയറി. She climbed high. He climbs fast. അവൻ വേഗത്തിൽ കയറും. അവൻ വേഗത്തിൽ കയറുന്ന ഒരാളാണ്. അവന് പെട്ടെന്ന് സ്പീഡിൽ കയറി പോകാൻ പറ്റുമെന്നുള്ളത് അവൻ്റെ ശീലം, കഴിവ്, അത് പറയുന്നതാണ്. ഓക്കെ, ഞാൻ ഒരുപാട് തവണ പറഞ്ഞു ശീലം, കഴിവ്, വസ്തുത. ഇപ്പൊ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, കിഴക്കുദിക്കുന്നു, ഇതൊക്കെ എന്താണ്? ഫാക്ട്സ് ആണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേ രീതിയാണ്. ഓക്കെ, എന്താണ്? നമ്മൾ V1 ഫോം ഓഫ് വേർബിൽ എസ് ചേർക്കും. ഓക്കെ, അതാണ്. ഇപ്പം അത് IU അല്ലെങ്കിൽ കേട്ടോ, IU ആണെങ്കിൽ ശീലവും വസ്തുതയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എസ് ചേർക്കേണ്ട ആവശ്യമില്ല. V1 ഫോം അതുപോലെ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഹീ ക്ലൈംസ് ഫാസ്റ്റ്, അവൻ വേഗത്തിൽ കയറും. അവൻ വേഗത്തിൽ കയറുന്ന ഒരാളാണ്. ദേ ആർ ക്ലൈമിങ് നൗ, അവർ ഇപ്പോൾ കയറുന്നു, അല്ലെങ്കിൽ അവർ ഇപ്പോൾ കയറുകയാണ്. അവർ, ദേ, അവർ. ഓക്കെ, ദേ എന്ന് പറയുന്നത് അവർ. ഹീ അവൻ, ഷീ അവൾ, ഐ ഞാൻ. ഐ ക്യാൻ ക്ലൈം, എനിക്ക് കയറാൻ കഴിയും. ഷീ ക്ലൈംഡ് ഹൈ, അവൾ ഉയരത്തിൽ കയറി. ഹീ ക്ലൈംസ് ഫാസ്റ്റ്, അവൻ വേഗത്തിൽ കയറുന്നു. ദേ ആർ ക്ലൈമിങ് നൗ, അവർ ഇപ്പോൾ കയറുന്നു. നൗ എന്ന് വന്നതുകൊണ്ടാണ് ഇപ്പോൾ. നൗ, ഇപ്പോൾ. ഓക്കെ, ഐ ക്യാൻ ക്ലൈം, ഷീ ക്ലൈംഡ് ഹൈ, ഹീ ക്ലൈംസ് ഫാസ്റ്റ്, ദേ ആർ ക്ലൈമിങ് നൗ. എൻ്റെ കൂടെ തന്നെ ഒന്ന് വായിക്കാൻ ശ്രമിച്ചേ. ബി സൈലന്റ് ആണ്. ഐ ക്യാൻ ക്ലൈം, ഐ ക്യാൻ ക്ലൈം, ഐ ക്യാൻ ക്ലൈം, എനിക്ക് കയറാൻ കഴിയും. ഐ ക്യാൻ ക്ലൈം. ഷീ ക്ലൈംഡ് ഹൈ, വായിക്ക്. ഷീ ക്ലൈംഡ് ഹൈ, ഷീ ക്ലൈംഡ് ഹൈ, ഷീ ക്ലൈംഡ് ഹൈ. He climbs fast, he climbs fast. They are climbing now. They are climbing now. They are climbing now. I can climb. She climbed high. He climbs fast. They are climbing now. Okay, ഇനി അടുത്ത സെന്റൻസസ് നോക്കാം. We climbed the wall. We climbed the wall. We climbed the wall. Birds climb up. Birds climb up. The cat climbs trees. The cat climbs trees. The cat climbs trees. The monkey is climbing. The monkey is climbing. The monkey is climbing. We climbed the wall. ഞങ്ങൾ മതിൽ കയറി, അല്ലെങ്കിൽ നമ്മൾ മതിൽ കയറി, അല്ലേ? ഇവിടെ കയറിയത് ഏണിയോ കോണിയോ കുന്നോ മലയോ ഒന്നല്ല, മതിലാണ് കയറിയത്. We climbed the wall. Wall, മതിൽ. ഓക്കെ, wall. We climbed the wall. Birds climb up. പക്ഷികൾ മുകളിലേക്ക് കയറുന്നു.
അതായത് ഈ കയറുന്നു എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കയറൊന്നും അല്ല, അത് അവർ കയറുമല്ലോ. അത് അവരുടെ ശീലം, രീതി അല്ലെ, അവരുടെ കേപ്പബിലിറ്റി ആണ്, അവരുടെ ശേഷിയാണ്. ബേർഡ്സ് ക്ലൈം അപ്പ്. പക്ഷികൾ മുകളിലേക്ക് കയറുന്ന ആൾക്കാരാണ് ഈ പക്ഷികൾ. ഓക്കെ, പക്ഷികൾ മുകളിലേക്ക് കയറുന്നു അല്ലെങ്കിൽ പക്ഷികൾ മുകളിലേക്ക് കയറും എന്നൊക്കെ നമുക്ക് പറയാം. അതല്ല നമ്മൾ അർത്ഥം മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ രീതി എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് കാണണ്ട. കാരണം ഇവിടെ ബേർഡ്സ് ക്ലൈം അപ്പ് എന്ന് പറയുമ്പോഴേ ചില നാട്ടിൽ പറയും പക്ഷികൾ മുകളിലേക്ക് കയറും, ചിലവർ പറയും പക്ഷികൾ മുകളിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ ചിലയിടത്ത് ചില രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം, പക്ഷികൾക്ക് മുകളിലേക്ക് കയറാനാകും. ഇത് മൂന്നും ശരിയാണ്. അതിൽ പറയുന്നത് എന്താണ്, പക്ഷികൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, പക്ഷികൾക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറാനുള്ള കഴിവുണ്ട്. ഓക്കെ, ദേ ഹാവ് ദാറ്റ് കേപ്പബിലിറ്റി, അവർക്ക് ആ കഴിവുണ്ട്. ഓക്കെ, ബേർഡ്സ് ക്ലൈം അപ്പ്. ദ കാറ്റ് ക്ലൈംസ് ട്രീസ്. ഇവിടെ പൂച്ചയെ കുറിച്ചിട്ടും അതാണ് പറയുന്നത്. എന്താണ്, മരങ്ങൾ കയറാൻ പൂച്ചയ്ക്കാവും. പൂച്ച മരങ്ങളിൽ കയറാനാകും, പൂച്ചയ്ക്ക് മരങ്ങളിൽ കയറാനാകും. അല്ലെങ്കിൽ പൂച്ച മരങ്ങളിൽ കയറും, പൂച്ച മരങ്ങളിൽ കയറുന്നയാളാണ്. ഓക്കെ, അതാണ് അർത്ഥം. പൂച്ച മരങ്ങളിൽ കയറുന്നു, അല്ലെങ്കിൽ കയറാനാകും, കയറുന്നവരാണ് ഈ പൂച്ചകൾ. പക്ഷെ ഇവിടെ പൂച്ചകൾ എന്നല്ല പറഞ്ഞത്, ദ കാറ്റ്, പൂച്ച, ആ പൂച്ച ക്ലൈംസ് ട്രീസ്, മരങ്ങളിൽ കയറും. ദ കാറ്റ് ക്ലൈംസ് ട്രീസ്. ദ കാറ്റ് ക്ലൈംസ് ട്രീസ്. The monkey is climbing. The monkey is climbing. B silent ആണ് മക്കളെ, അത് ശ്രദ്ധിക്കുക. We climbed the wall. Birds climb up. The cat climbs trees. The monkey is climbing. ഓക്കെ, എൻ്റെ കൂടെ തന്നെ ഒന്ന് വായിച്ചേ. ഓരോ സെന്റൻസും 2 തവണ വായിക്കാം, അടുപ്പിച്ച് 2 തവണ. ഓക്കെ, we climbed the wall. We climbed the wall. Birds climb up. The cat climbs trees. സോറി, 2 തവണ വായിക്കുന്നു എന്നിട്ട് ഞാൻ 1 തവണ വായിച്ചു അല്ലേ, സോറി. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. We climbed the wall. We climbed the wall. Birds climb up. Birds climb up. The cat climbs trees. The cat climbs trees. The monkey is climbing. The monkey is climbing. കുരങ്ങൻ കയറുന്നു. എവിടെയെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നമുക്കറിയാലേ മങ്കി എവിടെയാ കയറുക, ട്രീസ് അല്ലേ, മരങ്ങളിൽ. ഓക്കെ, പൊതുവെ അല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ ചില ബിൽഡിങ്ങിലും കയറാറുണ്ട് മങ്കീസ്, കുരങ്ങന്മാർ ബിൽഡിങ്ങിൽ കയറും, മതിലിൽ കയറും, എല്ലായിടത്തും കയറും. പക്ഷെ പൊതുവെ നമ്മൾ മങ്കീസ് ട്രീസിൽ കയറുന്നാ പറയാം അല്ലെ, മരങ്ങളിൽ. ഇവിടെ ദ മങ്കി ഈസ് ക്ലൈംബിംഗ് എന്നേ പറയുന്നുള്ളൂ. മങ്കി കയറുന്നു, കുരങ്ങൻ കയറുന്നു. ദ മങ്കി ഈസ് ക്ലൈംബിംഗ്. വി ക്ലൈംബ്ഡ് ദ വാൾ. Birds climb up. The cat climbs trees. The monkey is climbing. ഓക്കെ, അടുത്ത വാക്ക് നമുക്ക് നോക്കാം അല്ലേ. ആ സ്ക്രീനിൽ എന്താ കാണുന്നത്, ഒരു നീല നിറത്തിലുള്ള കുഞ്ഞി കിളി ഇങ്ങനെ ചിറകടിച്ച് പറക്കുകയാണല്ലേ. ബ്ലൂ ബേർഡ്. ബ്ലൂ ബേർഡ്, നീല പക്ഷി, നീല നിറത്തിലുള്ള പക്ഷി അല്ലെ. പക്ഷിയെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്, നീല നിറത്തിലുള്ള പക്ഷി. ബ്ലൂ ബേർഡ് ഇതാ പറക്കുകയാണല്ലേ, ചിറകടിച്ച് പറക്കുകയാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ ആരുണ്ട്, ഒരു ബട്ടർഫ്ലൈ, പൂമ്പാറ്റയുണ്ട് അല്ലേ. ഒരു ബട്ടർഫ്ലൈ, പൂമ്പാറ്റ, ഒരു ബട്ടർഫ്ലൈ ഉണ്ട് അവിടെ, പൂമ്പാറ്റ, അതും പറക്കുകയാണ്. പിന്നെ ഏതാ, പച്ചയും നീലയല്ല അല്ലേ, ചുവപ്പ്, പച്ചയും ചുവപ്പ് നിറത്തിലുള്ള 2 പട്ടങ്ങളും ഉണ്ട്. കൈറ്റ്സ്, പട്ടങ്ങൾ, കൈറ്റ്സ്, പട്ടങ്ങൾ, പട്ടം, കൈറ്റ്. അപ്പം ഈ കൈറ്റുകൾ ശരിക്കും പറക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും കൈറ്റിനെ നമ്മൾ പറത്തുകയാണ് ചെയ്യുക അല്ലേ. ആരെങ്കിലും ഒരാൾ നൂലിൻ്റെ അറ്റം പിടിച്ചിങ്ങനെ അതിനെ പറത്തും അല്ലേ. അത് പറത്തുക എന്നുള്ളതാണ് കൈറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാൻ ഉപയോഗിക്കുക. പട്ടം പറത്തുക, കിളി പറക്കുക, ഓക്കെ, പൂമ്പാറ്റ പറക്കുക അല്ലേ. അപ്പോൾ ഈ പറക്കുക എന്നുള്ള വാക്കിനും
പറത്തുക എന്നുള്ള വാക്കിനും നമ്മൾ ഒറ്റ വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. ഫ്ലൈ. എന്താണ്? ഫ്ലൈ. 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 FLY. ഫ്ലൈ. 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 പറത്തുക, പറക്കുക, പറക്കുക, പറത്തുക. രണ്ടിനും നമ്മൾ ഒറ്റ വാക്കാണ് ഉപയോഗിക്കുക. ഫ്ലൈ. ഇവിടെ എന്താണ്? Bluebird is flying. Bluebird is flying. Butterfly is flying. Kites are flying. ഇവിടെ kites are flying എന്ന് പറയുമ്പം പട്ടങ്ങൾ പറക്കുകയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആരെങ്കിലും പറത്തണമെങ്കിൽ എന്താണ്? ഒരു ബോയ് വരണം, അല്ലെങ്കിൽ ഒരു ഗേൾ വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വരണം അല്ലേ, എന്നിട്ടാണ് പറത്തുക അല്ലേ. നമുക്ക് നോക്കാം, അതൊക്കെ സെന്റൻസസിൽ വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഇവിടെ നമ്മൾ വാക്ക് പഠിച്ചു. എന്താണ് വാക്ക്? ഫ്ലൈ. 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 പറക്കുക അല്ലെങ്കിൽ പറത്തുക. ഫ്ലൈ. ഫ്ലൈ. ഓക്കെ, പറക്കുക അല്ലെങ്കിൽ പറത്തുക. ഇതിന്റെ V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം എന്ത് തന്നെയാണ്? ഫ്ലൈ. FLY. ഫ്ലൈ. ഇനി പറന്നു അല്ലെങ്കിൽ പറത്തി എന്ന് പറയുവാണെങ്കിൽ V2 ഫോം, പാസ്റ്റ് ഫോം എന്താണ്? ഫ്ലൂ. എന്താണ്? ഫ്ലൂ. ഫ്ലൂ. ഫ്ലൈ. ഫ്ലൂ. ഓക്കെ. ഇനി V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്? ഫ്ലോൺ. എന്താണ്? ഫ്ലോൺ. ഫ്ലോൺ. അപ്പൊ V1, V2, V3 ബേസ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അങ്ങനെ 3 ഫോംസും നമ്മൾ അടുപ്പിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ? ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. പറക്കുക അല്ലെങ്കിൽ പറത്തുക എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുക? ഫ്ലൈ. ഇനി പറത്തി അല്ലെങ്കിൽ പറന്നു എന്ന് പറയൽ എന്താണ്? ഫ്ലൂ. 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 ഫ്ലോൺ. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എങ്ങനെയാണ്? ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. V1, V2, V3. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ പറ. നമുക്കൊരു 3 തവണ പറയാം. ഓക്കെ, റെഡി? 1, 2, 3. ഓക്കെ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. 3 തവണ എന്ന് പറഞ്ഞാൽ 4 തവണ പറഞ്ഞോ, സാരമില്ല. 1 തവണ കൂടി പറയാം. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഓക്കെ അല്ലേ? ആവർത്തിച്ച് പറഞ്ഞു പഠിക്കണേ മക്കളെ, എന്നാലേ വാക്കുകളിലുള്ള അക്ഷരമാറ്റങ്ങളും ഉച്ചാരണ മാറ്റങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു പഠിക്കണം. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലൈയുടെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ്? FLY. ഫ്ലൂ എന്താണ്? FLEW. FLEW. ഫ്ലൂ. FLEW. ഫ്ലൂ. പറന്നു, പറന്നു. FLEW. ഫ്ലൂ. ഫ്ലോൺ. FLOWN. FLOWN. ഫ്ലോൺ. V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഫ്ലൈ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. FLY. ഫ്ലൈ. FLEW. ഫ്ലൂ. FLOWN. ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഇനി എന്താണ്? പറക്കുന്നു അല്ലെങ്കിൽ പറത്തുന്നു എന്ന് പറയണം അല്ലേ? അതിനെന്ത് വേണം? ING ഫോം വേണം. വളരെ എളുപ്പം. നമ്മൾ V1 ഫോമിൽ ING ഡയറക്റ്റ് അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. ഫ്ലൈ പ്ലസ് ING. ഫ്ലൈയിങ്. FLY. ഫ്ലൈ. FLY ING. ഫ്ലൈയിങ്. ഓക്കെ. ഫ്ലൈയിങ്. ഫ്ലൈ. FLY. ഫ്ലൂ. FLEW. FLY ING. ഫ്ലൈയിങ്. ഓക്കെ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലൈയിങ്.
പറക്കുക അല്ലെങ്കിൽ പറത്തുക, ഫ്ലൈ. പറന്നു അല്ലെങ്കിൽ പറത്തി, ഫ്ലൂ. പറക്കുന്നു അല്ലെങ്കിൽ പറത്തുന്നു, ഫ്ലൈയിങ്. ഫ്ലൈയിങ്, FLY, ഫ്ലൈ. FLEW, ഫ്ലൂ. FLYING, ഫ്ലൈയിങ്. പറക്കുക, പറത്തുക, ഫ്ലൈ. പറന്നു, പറത്തി, ഫ്ലൂ. പറക്കുന്നു, പറത്തുന്നു, ഫ്ലൈയിങ്. സ്പെല്ലിംഗ് എങ്ങനെയാണ്? പറക്കുക, പറത്തുക, FLY, ഫ്ലൈ. പറന്നു, പറത്തി, FLEW, ഫ്ലൂ. പറക്കുന്നു അല്ലെങ്കിൽ പറത്തുന്നു, FLYING, ഫ്ലൈയിങ്. ഓക്കെ, ഫ്ലൈ, ഫ്ലൂ, ഫ്ലൈയിങ്. ഫ്ലൈ, ഫ്ലൂ, ഫ്ലൈയിങ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് സെന്റൻസസിലോട്ട് പറക്കൽ കൊണ്ടിടാം അല്ലേ? ബേർഡ്സ് ക്യാൻ ഫ്ലൈ. ബേർഡ്സ് ക്യാൻ ഫ്ലൈ. ബേർഡ്സ് ക്യാൻ ഫ്ലൈ. പക്ഷികൾക്ക് പറക്കാൻ കഴിയും. പക്ഷികൾക്ക് പറക്കാൻ സാധിക്കും. ബേർഡ്സ് ക്യാൻ ഫ്ലൈ. The bird flew away quickly. The bird flew away quickly. പക്ഷി വേഗത്തിൽ പറന്നുപോയി. Flew away, പറന്നുപോയി, പറന്നു. Okay? The bird flew away quickly. The bird flew away quickly. The bird flew away quickly. Quickly, വേഗത്തിൽ. Quickly, വേഗത്തിൽ. The bird flew away quickly. ഓക്കെ, നേരത്തെ നമ്മൾ പറക്കുക, പറത്തുക എന്നുള്ളതിൽ പറത്തുകയുടെ ഉപയോഗം ഇതാ ഇവിടെ വരെയാണ്. I want to fly a kite. എനിക്ക് ഒരു പട്ടം പറത്തണം. I want to fly a kite. I want to fly a kite. എനിക്ക് ഒരു പട്ടം പറത്തണം. I want to fly a kite. I want to fly a kite. The kite has flown so high. പട്ടം വളരെ ഉയരത്തിൽ പറന്നുപോയി. The kite has flown so high. പട്ടം വളരെ ഉയരത്തിൽ പറന്നുപോയി. The kite has flown so high. പട്ടം വളരെ ഉയരത്തിൽ പറന്നുപോയി. ഇവിടെ ഫ്ലോൺ എന്നുള്ളത് V3 ഫോം ഓഫ് ഫ്ലൈ ആണ് അല്ലേ? നോക്കി, അതിന്റെ തൊട്ട് മുന്നിൽ ടീച്ചർ പറയാറുള്ള 3 വാക്കുകളിൽ ഒരെണ്ണം കാണുന്നുണ്ടല്ലേ? എന്താണത്? HAS, ഹാസ്. ഹാസ് ആണ് ഫ്ലോണിന്റെ മുന്നിൽ വരുന്നത്. ഓക്കെ, ദ കൈറ്റ് ഹാസ് ഫ്ലോൺ സോ ഹൈ. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ? V3 ഫോം വരുന്ന സമയത്ത് ഹാസ്, ഹാവ്, ഹാഡ്, അല്ലെങ്കിൽ അത് പാസീവ് ഫോമിലായിരിക്കും അത് നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ V3 ഫോം നമ്മൾ യൂസ് ചെയ്യില്ല. ഓക്കെ, ദ കൈറ്റ് ഹാസ് ഫ്ലോൺ സോ ഹൈ. പട്ടം വളരെ ഉയരത്തിൽ പറന്നുപോയി. ദ കൈറ്റ് ഹാസ് ഫ്ലോൺ സോ ഹൈ. ഹൈ ഒരുപാട് ഉയരത്തില്, സോ ഹൈ വളരെ ഉയരത്തില്, സോ ഹൈ വളരെ ഉയരത്തില്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. A butterfly flies in the garden. അവിടെ ഫ്ലൈ, FLY കാണുന്നേ ഇല്ല അല്ലെ? വൈ എവിടെ പോയി? എവിടെയോ പോയി. FLYയിൽ S ചേർന്നപ്പോൾ അവിടെ ES ചേർന്ന് വരുന്നതിന് പകരം IES ആയി വൈയെ അടിച്ചു പുറത്താക്കി. FLYയിൽ നിന്നും വൈയെ അടിച്ചോടിച്ച് അവിടെ IES ചേർന്നു. FLIES എന്നായി. ഫ്ലൈസ്, ഫ്ലൈസ്. ഓക്കെ, a butterfly flies in the garden. എന്താണ് ഇവിടെ അർത്ഥം വരുന്നത്? A butterfly flies in the garden. പൂന്തോട്ടത്തിൽ ചിത്രശലഭം പറക്കും അല്ലെങ്കിൽ പറക്കുന്നു. ചിത്രശലഭം പൂന്തോട്ടത്തിൽ പറന്നു കളിക്കുന്ന ആളാണ് അല്ലേ? അതിന്റെ ശീലമാണ്, അതിന്റെ രീതിയാണത്. അതാണ് ഫ്ലൈസ്, FLIES. FLYയിൽ നിന്നും വൈ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് IES ചേർത്തിട്ടാണ് ഫ്ലൈസ്. A butterfly flies in the garden. പൂന്തോട്ടത്തിൽ ചിത്രശലഭം പറക്കും അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ ചിത്രശലഭം പറക്കും, പറക്കുന്നു എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ,
A butterfly flies in the garden. ഒരു ബട്ടർഫ്ലൈ എന്താ ചെയ്യുക? ഗാർഡനിൽ ഇങ്ങനെ പറന്ന് കളിക്കുന്നതാണ് അതിൻ്റെ പണി. ഓക്കെ, ബട്ടർഫ്ലൈ ഫ്ലൈസ് ഇൻ ദ ഗാർഡൻ. എന്തിനാണ് ഈ പറന്ന് കളിക്കുന്നത് അല്ലെങ്കിൽ പറന്ന് നടക്കുന്നത് എന്തിനാണ്? അതും പൂന്തോട്ടത്തിൽ. അതിൻ്റെ ഫുഡ് എന്താണ്? ബട്ടർഫ്ലൈയുടെ ചിത്രശലഭത്തിൻ്റെ ഫുഡ് എന്താണ്? തേനാണല്ലേ. തേൻ എന്ന് പറയുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്ത്? ഹണി. HONEY, ഹണി. ആണോ? ഹണി ആണോ ശരിക്കും ചിത്രശലഭത്തിൻ്റെ ഫുഡ്? അല്ല അല്ലേ. ഹണി എന്ന് പറയുന്നത് നമ്മൾ ഹണി ബീയുടെ എന്താണ് കൂട്ടിൽ നിന്നും നമ്മൾ എടുക്കുന്ന സാധനമാണ് ഈ ഹണി. അല്ലാതെ ഈ പൂവിൽ നിന്ന് വരുന്ന ഹണിയെ നമ്മൾ ഹണി എന്ന് വിളിക്കുമോ? ഹണി എന്ന് പറയുമോ? ഇല്ല. അതെന്താണ്? നെക്ടർ. NECTAR, നെക്ടർ. NECTAR, നെക്ടർ. ഓക്കെ, നെക്ടർ ആണ് പൂന്തേൻ. അതാണ് ചിത്രശലഭം കഴിക്കുക. പൂന്തേനും തേനും തമ്മിൽ വ്യത്യാസമുണ്ട്. നെക്ടർ ആൻഡ് ഹണി. ഓക്കെ, നമ്മളൊക്കെ കഴിക്കുന്ന ഹണി എന്താണ്? ഹണി. ഇറ്റ്സ് നോട്ട് നെക്ടർ. നെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന തേനാണ് നെക്ടർ. നമ്മൾ ഒക്കെ കഴിക്കുന്ന കുപ്പിയിലൊക്കെ വരുന്ന തേൻ എന്താണ്? ഹണി ബി, തേനീച്ച. ഹണി ബി, തേനീച്ച. തേനീച്ച കൂട്ടിൽ കൊണ്ടുവന്ന് ഛർദ്ദിച്ച് വെക്കുന്ന സാധനമാണ് നമ്മൾ പിന്നെ എടുത്ത് ഹണി എന്ന് പറഞ്ഞ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന, നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബട്ടർഫ്ലൈ ഫ്ലൈസ് ഇൻ ദ ഗാർഡൻ. നമുക്ക് ഈ സെന്റൻസസ് ഒക്കെ ഒന്നുകൂടെ വായിക്കാം. Birds can fly. The bird flew away quickly. I want to fly a kite. The kite has flown so high. A butterfly flies in the garden. Birds can fly. The bird flew away quickly. I want to fly a kite. The kite has flown so high. A butterfly flies in the garden. Birds can fly. The bird flew away quickly. I want to fly a kite. The kite has flown so high. A butterfly flies in the garden. നിങ്ങൾ ആവർത്തിച്ച് ഇത് കേട്ട് വായിക്കുക, എന്നാലേ ഇത് റെഡി ആവുള്ളൂ. ലാസ്റ്റ് ഒരു തവണ ടീച്ചർ വായിക്കാം, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു തവണ വായിക്കൂ. Birds can fly. The bird flew away quickly. I want to fly a kite. The kite has flown so high. A butterfly flies in the garden. ഇനി അടുത്ത സെന്റൻസസ് നോക്കാം. The airplane is flying. The airplane is flying. We flew to Mumbai last year. We flew to Mumbai last year. They are flying kites in the park. They are flying kites in the park. He flies his drone on weekends. He flies his drone on weekends. എന്തൊക്കെയാണ് ഈ പറയുന്നത്? The airplane is flying. വിമാനം പറക്കുന്നു. Flying, ing form, പറക്കുന്നു. വിമാനം പറക്കുന്നു. The airplane is flying. The airplane is flying. The airplane is flying. We flew to Mumbai last year. We flew to Mumbai last year. ഇത് പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. നമ്മൾ ട്രെയിൻ യാത്രയും മറ്റേ എന്താണ് നമ്മുടെ റോഡ് വഴിയുള്ള യാത്രയോ ഒന്നും അല്ലാതെ നമ്മൾ എയർപ്ലെയിൻ വഴിയുള്ള യാത്രയാണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ടേമാണ് ഫ്ലൂ. നമ്മൾ പറന്നു എന്നുള്ളത്. അത് ശരിക്കും നമ്മൾ ചിറക് വെച്ച് പറക്കുന്നതല്ല. നമ്മൾ എയർപ്ലെയിനിൽ കയറി പോകുന്നതിനെയാണ് നമ്മൾ ഫ്ലൂ, അതായത് ആ യാത്രയെ നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, വി ഫ്ലൂ ടു മുംബൈ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഞങ്ങൾ മുംബൈയിലേക്ക് പറന്നു, അതായത് എയർപ്ലെയിനിൽ നമ്മൾ പോയി എന്ന് പറയുകയാണ്. ഓക്കെ, വി ഫ്ലൂ ടു മുംബൈ ലാസ്റ്റ് ഇയർ. ദേ ആർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ ദ പാർക്ക്. അവർ പാർക്കിൽ
പട്ടങ്ങൾ പറത്തുകയാണ് അല്ലെങ്കിൽ പറത്തുന്നു. അവർ പാർക്കിൽ പട്ടം പറത്തുന്നു അല്ലെങ്കിൽ അവർ പാർക്കിൽ പട്ടം പറത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർ ഫ്ലൈയിങ് എന്തുകൊണ്ടാണ് വന്നത്? ദേ ഒന്നിൽ കൂടുതൽ ആളുകളായതുകൊണ്ട്. ഇപ്പൊ അത് ഷീ ആണെങ്കിൽ ഷീ ഇസ് ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ ദ പാർക്ക്. അവൾ പട്ടങ്ങൾ പറത്തുകയാണ് പാർക്കിൽ. ഓക്കെ, ഇവിടെ ദേ ആർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ ദ പാർക്ക്. അവർ പാർക്കിൽ പട്ടം പറത്തുന്നു. പട്ടങ്ങൾ കൈറ്റ്സ് പട്ടങ്ങൾ പറത്തുന്നു. അവർ പാർക്കിൽ പട്ടങ്ങൾ പറത്തുന്നു. അവർ പാർക്കിൽ പട്ടങ്ങൾ പറത്തുകയാണ്. ഫ്ലൈയിങ് കൈറ്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് പ്ലൂറൽ എന്ന രീതിയിൽ ഉപയോഗിക്കുക, അതായത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലും പട്ടം പറത്തുക എന്നുള്ള ഒരു പ്രയോഗമായിട്ട് നമ്മൾ ഫ്ലൈയിങ് കൈറ്റ്സ് യൂസ് ചെയ്യും. ഓക്കെ, ദേ ആർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ ദ പാർക്ക്. ദേ ആർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ ദ പാർക്ക്. അവർ പാർക്കിൽ പട്ടം പറത്തുകയാണ് അല്ലെങ്കിൽ പട്ടം പറത്തുന്നു. ദേ ആർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ ദ പാർക്ക്. അടുത്തത് ഹി ഫ്ലൈസ് ഹിസ് ഡ്രോൺ ഓൺ വീക്കെൻഡ്സ്. വാരാന്ത്യങ്ങളിൽ അവൻ തൻ്റെ ഡ്രോണ് പറത്തുന്നു. ഇത് അവൻ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. ഇത് അവൻ്റെ ശീലമാണ്. അതാണ് ഹി ഫ്ലൈസ് എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ടു ബട്ടർഫ്ലൈ ഫ്ലൈസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് വൈയിനെ ഓടിച്ച് നമ്മൾ IES ചേർത്തു അല്ലെ, FLIES ഫ്ലൈസ്. ഹി ഫ്ലൈസ് ഹിസ് ഡ്രോൺ ഓൺ വീക്കെൻഡ്സ്. അത് അവൻ്റെ ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു ശീലമാണ്. അവൻ എല്ലാ വാരാന്ത്യങ്ങളിലും വീക്കെൻഡ്സിലൊക്കെ എന്ത് ചെയ്യും? അവൻ്റെ ഡ്രോൺ ഇങ്ങനെ പറത്തും. ഓക്കെ, ഹി ഫ്ലൈസ് ഹിസ് ഡ്രോൺ ഓൺ വീക്കെൻഡ്സ്. വാരാന്ത്യങ്ങളിൽ അവൻ തൻ്റെ ഡ്രോൺ പറത്തുന്നു അല്ലെങ്കിൽ പറത്തും. അത് അവൻ്റെ ശീലമാണ്. ഓക്കെ, ഇവിടെ അവൻ തൻ്റെ ഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഹിസ് ഡ്രോൺ, അവൻ്റെ ഡ്രോൺ. ഹി ഫ്ലൈസ് ഹിസ് ഡ്രോൺ ഓൺ വീക്കെൻഡ്സ്. വാരാന്ത്യങ്ങളിൽ അവൻ അവൻ്റെ ഡ്രോൺ പറത്തുന്നു എന്നാണ്. ഹി ഫ്ലൈസ് ഹിസ് ഡ്രോൺ ഓൺ വീക്കെൻഡ്സ്. വാരാന്ത്യങ്ങളിൽ അവൻ അവൻ്റെ ഡ്രോൺ പറത്തുന്നു അല്ലെങ്കിൽ വാരാന്ത്യങ്ങളിൽ അവൻ തൻ്റെ ഡ്രോൺ പറത്തുന്നു. വാരാന്ത്യങ്ങളിൽ അവൻ അവൻ്റെ ഡ്രോൺ പറത്തും അല്ലെങ്കിൽ പറത്താറുണ്ട് വാരാന്ത്യങ്ങളിൽ. ലൈക്ക് ഇതിലേതും പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ്. കാരണം എന്തായാലും അവൻ്റെ ശീലമാണ്, ചെയ്യുന്ന കാര്യമാണെന്ന് നമ്മൾ പറയുന്നേ ഉള്ളൂ. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല. എല്ലാ വാരാന്ത്യങ്ങളിലും അവൻ ഈ പരിപാടി ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹി ഫ്ലൈസ് ഹിസ് ഡ്രോൺ ഓൺ വീക്കെൻഡ്സ്. ഹി ഫ്ലൈസ് ഹിസ് ഡ്രോൺ ഓൺ വീക്കെൻഡ്സ്. ഹി ഫ്ലൈസ് ഹിസ് ഡ്രോൺ ഓൺ വീക്കെൻഡ്സ്. അപ്പൊ ഈ സെന്റൻസസ് നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഓരോ സെന്റൻസും 3 തവണ അടുപ്പിച്ച് നമുക്ക് വായിക്കാം. ഓക്കെ, ദ എയർപ്ലെയിൻ ഇസ് ഫ്ലൈയിങ്. ദ എയർപ്ലെയിൻ ഇസ് ഫ്ലൈയിങ്. ദ എയർപ്ലെയിൻ ഇസ് ഫ്ലൈയിങ്. വി ഫ്ലൂ ടു മുംബൈ ലാസ്റ്റ് ഇയർ. We flew to Mumbai last year. We flew to Mumbai last year. They are flying kites in the park. They are flying kites in the park. They are flying kites in the park. He flies his drone on weekends. He flies his drone on weekends. He flies his drone on weekends. Okay? വായിക്കാൻ കിട്ടുന്നില്ലേ? ലാസ്റ്റ് ഒരു തവണ എല്ലാം ഒന്ന് വായിക്കാം. The airplane is flying. We flew to Mumbai last year. They are flying kites in the park. He flies his drone on weekends. ആവർത്തിച്ച് വായിച്ചാലേ കിട്ടുള്ളൂ മക്കളെ. അതുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്ത് വായിച്ചു നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ സെന്റൻസസ് ലാസ്റ്റ് ഒരു തവണ കൂടി വായിച്ച് നിർത്താം. The airplane is flying. We flew to Mumbai last year. They are flying kites in the park. He flies his drone on weekends. ഓക്കെ, ഇന്ന് നമ്മൾ 4 വാക്കുകളാണ് പഠിച്ചത്. എന്തൊക്കെയാണ് വാക്കുകൾ? ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക. ഗോ, കം, climb, fly. Go, went, gone, going. Come, came, come, coming. Climb, climbed, climbed, climbing. Fly, flew, flown, flying. അതുപോലെ തന്നെ എസ് ആഡ് ആകുമ്പോൾ
എങ്ങനെയാണ് മാറ്റം വരുന്നത്? ഗോ, കം, ക്ലൈം, ഫ്ലൈ ഇതിൻ്റെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ? ഓക്കെ, ഗോ എസ് ആഡ് ആവുമ്പോൾ GOES ആണ്. കം COMES ആണ്. ക്ലൈംസ് CLIMBS ആണ്. ഫ്ലൈസ് FLIES ആണ്. ഓക്കെ, ഗോ, കം, ക്ലൈം, ഫ്ലൈ. ഗോ, കം, ക്ലൈം, ഫ്ലൈ. ഓക്കെ, അതിൻ്റെ V1, V2, V3, ING, S ആഡ് ചെയ്യുന്നതൊക്കെ പഠിക്കണം. സ്പെല്ലിങ്ങും പഠിക്കണം, ഉച്ചാരണവും പഠിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ച 4 വാക്കുകൾ ഏതൊക്കെയാണ്? ഗോ, കം, ക്ലൈം, ഫ്ലൈ. ഓക്കെ, ഗോ, കം, ക്ലൈം, ഫ്ലൈ. ഓക്കെ, ഗോ, കം, ക്ലൈം, ഫ്ലൈ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കൂടിയായി പഠിച്ച ബാക്കി വാക്കുകളോ? റൺ, ജംപ്, ഈറ്റ്, ബ്രഷ്, റീഡ്, ഡ്രിങ്ക്, വാഷ്, പ്ലേ, സിറ്റ്, വാക്ക്. എന്തൊക്കെയാണ്? റൺ, ജംപ്, ഈറ്റ്, ബ്രഷ്, റീഡ്, ഡ്രിങ്ക്, വാഷ്, പ്ലേ, സിറ്റ്, വാക്ക്. അതിൻ്റെ കൂടെ ഗോ, കം, ക്ലൈം, ഫ്ലൈ. അപ്പോൾ മൊത്തം നമ്മൾ എത്ര വാക്കുകൾ? 14 വാക്കുകൾ. ഏതൊക്കെയാണത്? റൺ, ജംപ്, ഈറ്റ്, ബ്രഷ്, റീഡ്, ഡ്രിങ്ക്, വാഷ്, പ്ലേ, സിറ്റ്, വാക്ക്. അതുകൂടാതെ ഇന്ന് പഠിച്ചത് ഗോ, കം, ക്ലൈം ആൻഡ് ഫ്ലൈ. ഓക്കെ, ഈ 14 വാക്കുകളും അടിപൊളിയായി പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിൽക്കുവാണ്. എല്ലാവരും ഹോംവർക്ക്സ് എഴുതുക, വേർഡ് സെർച്ച് ആരാണ് ഫസ്റ്റ് ചെയ്ത് കഴിയുന്നത് എന്നും നോക്കും. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരാണ് ചെയ്തു തീർന്നതെന്നും നമ്മൾ നോക്കും. ഓക്കെ, അതുമാത്രമല്ല ഈ വേർഡ് സെർച്ചിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും 3-4 തവണ ചെയ്തിട്ടുള്ളതല്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എത്രയാണ് സമയം എന്നാണ് നിങ്ങൾ അയച്ചു തരേണ്ടത്. എനിക്കിവിടെ കാണാൻ സാധിക്കും എത്ര തവണ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കുക. ബൈ.